Hello students, welcome to Mathroot. In this lecture, we are going to discuss duality and related theorems. Consider a general linear programming problem. Minimize f of x equal to cx subject to ax greater than or equal to b, x greater than or equal to 0. Okay. This problem is called the primal problem. This primal problem is dual problem we define minimization and maximization. Okay, maximize some function phi of y equal to b transpose y subject to a transpose y less than or equal to c transpose y greater than or equal to 0. Okay, that is the variable just change x y. Okay, number function change minimize and maximize constraints greater than or equal to less than or equal to. Okay, non-negativity conditions അതേപോലെ നിൽക്കും അതിലെ വേരിയബിൾ ചേഞ്ച് ചെയ്താലും. ഓക്കെ, ഇനി ഇവിടുത്തെ സി എന്നുള്ള മാട്രിക്സ് മാറി ബി ട്രാൻസ്പോസ് ആവും. ഓക്കെ, അതേപോലെ ഇവിടുത്തെ ബി മാറി ഇവിടെ എന്ത് ചെയ്യും സി ട്രാൻസ്പോസ് ആയിട്ട് വരും. അതേപോലെ ഇവിടുത്തെ എ എന്നുള്ള മാട്രിക്സ് മാറി എ ട്രാൻസ്പോസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഏതൊരു പ്രൈമൽ പ്രോബ്ലം നമ്മൾ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡുവൽ പ്രോബ്ലം ഉണ്ടായിരിക്കും. അതേപോലെ നമുക്ക് തിരിച്ചും പറയാം, ഏതൊരു ഡുവൽ പ്രോബ്ലം നമ്മൾ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും ഒരു പ്രൈമൽ പ്രോബ്ലം ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ എ എന്നുള്ള മാട്രിക്സ് ഒരു എം ബൈ എൻ മാട്രിക്സ് ആണെങ്കിൽ, ഓക്കെ, അതായത് എം ബൈ എൻ മാട്രിക്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എം ഇക്വേഷൻസ് ഇൻ എൻ അൺനോൺസ്, അതായത് എം കൺസ്ട്രെയിൻസ് ഇൻ n variables. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രൈമൽ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണുള്ളതെങ്കിൽ അതിൻ്റെ ഡുവൽ ഉണ്ടായിരിക്കുക n ഇക്വേഷൻസ് ഇൻ m വേരിയബിൾസ്. ഓക്കെ, അതായത് n ഇക്വേഷൻസ് ഉണ്ടായിരിക്കും m വേരിയബിൾസ് ഉണ്ടായിരിക്കും, അതായത് n കൺസ്ട്രെയിൻസും m വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൈമൽ പ്രോബ്ലത്തിൽ മാട്രിക്സിൻ്റെ ഓർഡർ m ബൈ n ആണെങ്കിൽ അതിൻ്റെ ഡുവൽ n ബൈ m മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണെങ്കിൽ അതിന് ഡുവൽ ഉണ്ടായിരിക്കുക ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കോസ്റ്റ് കോഎഫിഷ്യൻസ് ഇവിടേക്ക് വരുമ്പോൾ അത് ആരായിട്ട് വരും കൺസ്ട്രെയിൻസിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരും. അതേപോലെ ഇവിടുത്തെ കൺസ്ട്രെയിൻസിൻ്റെ കോഎഫിഷ്യൻ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ കോസ്റ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് പ്രൈമലും ഡുവലും തമ്മിലുള്ള കറസ്പോണ്ടൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പ്രൈമലിൽ n വേരിയബിൾസ് ആണുള്ളതെങ്കിൽ ഡുവലിൽ n കൺസ്ട്രെയിൻസ് ആയിരിക്കും. പ്രൈമലിൽ m കൺസ്ട്രെയിൻസ് ആണെങ്കിൽ ഡുവൽ അത് m വേരിയബിൾസ് ആയിരിക്കും. പ്രൈമലെ കോസ്റ്റ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഡുവലിലെ കൺസ്ട്രെയിൻഡ് കോൺസ്റ്റൻസ് ആയിരിക്കും. അതേപോലെ പ്രൈമലിലെ കൺസ്ട്രെയിൻഡ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് ഡുവലിലെ കോസ്റ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് മാറും. അതേപോലെ പ്രൈമലിലെ വേരിയബിൾസ് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് എക്സ് ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഡുവൽ ആണെങ്കിൽ വൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതേപോലെ കൺസ്ട്രെയിൻസിൻ്റെ ടൈപ്പ് പ്രൈമൽ സമ്മേഷൻ ജെ ഫ്രം 1 to n എ ഐ ജെ എക്സ് ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഐ. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡുവൽ ആണെങ്കിൽ സമ്മേഷൻ ഐ ഫ്രം 1 to m എ ഐ ജെ വൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ജെ ടൈപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇവിടെ മിനിമൈസേഷൻ ആണെങ്കിൽ പ്രൈമറിൽ മിനിമൈസേഷൻ ആണെങ്കിൽ ഡുവലിൽ കറസ്പോണ്ടിങ് മാക്സിമൈസേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രൈമൽ ഡുവൽ തമ്മിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറസ്പോണ്ടൻസ്. സപ്പോസ് വി ഹാവ് an LP problem, minimize f of x equal to summation j from 1 to n c j x j subject to summation j from 1 to n a I j x j greater than or equal to b I from 1 to m xj greater than or equal to 0 j from 1 to n. ഓക്കെ, നമ്മുടെ പ്രോബ്ലം ഇതാണെന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് മാറ്റാം. മിനിമൈസേഷൻ്റെ ടൈപ്പിൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും കൺസ്ട്രെയിൻസ്. മാക്സിമൈസേഷൻ്റെ പ്രോബ്ലത്തിലാണെങ്കിൽ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പിലായിരിക്കും. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ സപ്പോസ് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം എൻ്റയർ ആ ഓരോ ഇക്വേഷൻസിന് നമ്മൾ എന്ത് ചെയ്യുക നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഉള്ള കൺസ്ട്രെയിൻസിനെ
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ഉള്ളതിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും കൺസ്ട്രെയിൻസ് ഇക്വേഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സമ്മേഷൻ ജെ എ ഐ ജെ എക്സ് ജെ ഈക്വൽ ടു ബി, ഇതേ ടൈപ്പ് ഇക്വേഷൻസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ട് കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. നമുക്കറിയാം ഈക്വൽ ടു എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതേപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അറ്റ് എ ടൈമിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്കതിനെ ഈക്വൽ ടു എന്ന് എഴുതാൻ പറ്റുന്നത്. സോ ഈക്വൽ ടു ഉള്ള കൺസ്ട്രെയിൻസിനെ ഇക്വേഷൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതേപോലെ മൈനസ് ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആ രീതിയിൽ എഴുതുന്നു. ഓക്കെ, നമ്മൾ ഇക്വേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ രൂപത്തിൽ രണ്ട് കൺസ്ട്രെയിൻ്റ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. അതേപോലെ രണ്ട് കൺസ്ട്രെയിൻ്റ് നമുക്ക് ഇക്വേഷൻസ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം തന്നിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എങ്ങനെ മാറ്റുന്നു ചെക്ക് ചെയ്യാം. നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഇപ്പോൾ ഒരു വേരിയബിൾ, ഇപ്പോൾ x2 എന്നുള്ള വേരിയബിൾ നമുക്ക് അൺറെസ്ട്രിക്റ്റഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അൺറെസ്ട്രിക്റ്റഡ് അതായത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിൽ ഒരു വേരിയബിൾ സപ്പോസ് x2 ഈസ് അൺറെസ്ട്രിക്റ്റഡ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ രണ്ട് വേരിയബിൾസിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യണം. അതായത് x21 മൈനസ് x22 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ വേരിയബിളിനെ ചേഞ്ച് ചെയ്യണം. അതേപോലെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനിൽ ഈ വേരിയബിൾസ് വരും x21 x22 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു വേരിയബിൾ x2 അൺറെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ ഓക്കെ, അതിനെ x21 മൈനസ് x22 എന്ന രീതിയിൽ എഴുതണം. അതേപോലെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. വി ഹാവ് ഗിവൺ എ പ്രോബ്ലം, മാക്സിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x1 പ്ലസ് x2 മൈനസ് x3 സബ്ജക്ട് ടു ദീസ് കൺസ്ട്രെയിൻസ് വിത്ത് x1 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് x2 ഈസ് അൺറെസ്ട്രിക്റ്റഡ്. നമുക്ക് ഈ പ്രോബ്ലത്തിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് മിനിമൈസേഷൻ പ്രോബ്ലമാണ് ഈ ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ മാക്സിമൈസേഷൻ നമ്മൾ മിനിമൈസേഷൻ ആക്കി മാറ്റുന്നു. മിനിമൈസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമൈസേഷനെ മിനിമൈസേഷൻ ആക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എഫ് ഓഫ് എക്സ് ഓർ സം ഫൈ ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ എഴുതാം. ജസ്റ്റ് ഒരു സൈ ഓഫ് എക്സ് ഈക്വൽ ടു -2x1 മൈനസ്, ഇനി x2 എന്നുള്ളത് എന്താവും? x2 അൺറെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് x2 നമ്മൾ x21 മൈനസ് x22 എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ x21 മൈനസ് x22, അപ്പോൾ ഇത് ഓൾ മൈനസ് ആയിരിക്കുമ്പോൾ അത് പ്ലസ് ആവും. ഓക്കെ, മൈനസ് x3 എന്താവും? പ്ലസ് x3. ഓക്കെ, സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായി. നെക്സ്റ്റ് നമ്മുടെ കൺസ്ട്രെയിൻസ് സബ്ജക്റ്റ് ടു നമ്മൾ എന്തെന്ന് 2x1 മൈനസ് 5 ഇൻറ്റു ഇവിടെ x2 എന്താവും? x21 മൈനസ് x22 ആവും. സോ മൈനസ് 5 x2 എന്നുള്ളത് എന്താവും? x21 മൈനസ് x22 x21 മൈനസ് മൈനസ് എന്താവും? പ്ലസ് ആവും. 5x22 പ്ലസ് 3x3. ഇനി നമ്മുടെ മിനിമൈസേഷനിലെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ശരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണുള്ളത്. ഇതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കണം എന്ത് ചെയ്യണം? ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ എന്ത് ചെയ്യും? ഇത് -2x1 പ്ലസ് 5x2 മൈനസ് 5x22 മൈനസ് 3x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4. ഓക്കെ, നെക്സ്റ്റ് ഈ ഇനിക്വാലിറ്റി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പാണ്. സോ ഇതിന് 3x1 പ്ലസ് 6 x2 x21 മൈനസ് x22 x21 മൈനസ് 6 x22 മൈനസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ഇക്വേഷൻ ആണ്. ഓക്കെ, അതിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഉണ്ടായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഉണ്ടായിരിക്കും. ഇതിലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4നെ നമ്മൾ അതേപോലെ എഴുതുന്നു. x1 പ്ലസ് x2നെ x21 മൈനസ് x22 പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4നെ നമ്മൾ അതേപോലെ എഴുതുന്നു.
ഇനി ഒരു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഉണ്ടായിരിക്കും. ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ടൈപ്പ് ആയിട്ട് എഴുതുന്നു. സോ -x1 -x21 പ്ലസ് x22 -x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4. ഓക്കെ, അതേപോലെ x1 x2 എന്നുള്ളത് x21, അതേപോലെ x22 x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്ക് കാണേണ്ടിയിരുന്നത് ഈ പ്രോബ്ലത്തിൻ്റെ ഡുവൽ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിന് ആദ്യം ജസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി ഇനി ഇതിൻ്റെ ഡുവൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഡുവൽ നമ്മൾ ഇവിടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, സോ മിനിമൈസേഷൻ പ്രോബ്ലം എന്തായിട്ട് മാറും, ഡുവൽ എടുക്കുമ്പോൾ അത് മാക്സിമൈസേഷൻ ആയിട്ട് മാറും. മാക്സിമൈസ് സം ഫങ്ഷൻ ഒരു ഫൈ ഓഫ് എക്സ് എന്നുള്ള വേരിയബിൾ ചേഞ്ച് ചെയ്ത് എന്തായിരുന്നു, ജസ്റ്റ് ഒരു y എന്ന് എടുക്കുന്നു. ഫൈ ഓഫ് y ഈക്വൽ ടു, ഇനി നമ്മുടെ കോസ്റ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അതൊക്കെ ഡുവലുള്ള കോസ്റ്റ് കോഎഫിഷ്യൻറ്റ്സ് എന്ന് പറയുന്നത് പ്രൈമൽ പ്രോബ്ലത്തിലുള്ള കൺസ്ട്രെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതിപ്പോൾ -4y1 പ്ലസ് 2y2 പ്ലസ് 4y3 -4y4 സബ്ജക്റ്റ് ടു ഇനി നമ്മുടെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ ഇതിലുള്ള മാട്രിക്സ് എ ആണെങ്കിൽ അതിന് ട്രാൻസ്പോസ് ആയിരിക്കും ഡുവൽ വരുന്നത്. അപ്പോൾ -2y1 നെക്സ്റ്റ് വേരിയബിൾ വരുന്നത് ഇങ്ങനെയാണ് 3y2 പ്ലസ് y3 -y4. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനീക്വാലിറ്റി എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ അതിൻ്റെ ഡുവൽ വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രെയിൻഡ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ, അതായത് പ്രൈമൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലെ ഫസ്റ്റ് ഈ കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് കോസ്റ്റ് കോഎഫിഷ്യൻ്റ് ആയിരിക്കും. സോ -2. നെക്സ്റ്റ് 5 6 1 -1 5 plus 6y2 5y1 plus 6y2 plus y3 minus y4 less than or equal to -1. Okay, next -5y1 minus 6y2 minus y3 plus y4 less than or equal to 1. Next -3 -1 plus y3 minus y4 less than or equal to 1. Okay, y1 y2 y3 and y4 greater than or equal to 0. സോ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഡുവൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ പ്രോബ്ലത്തിന് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇവിടെ y3 minus y4 മൈനസ് ഓഫ് y3 minus y4 ഒരു y3 minus y4 ഇവിടെ ഉണ്ട്. ജസ്റ്റ് ആ y3 minus y4 നമുക്ക് ജസ്റ്റ് ഒരു y3 എന്നോ അല്ലെങ്കിൽ y4 എന്നോ ജസ്റ്റ് പുട്ട് ചെയ്യാം. കാരണം ഇവിടെ y1 y2 ഉണ്ട്. ജസ്റ്റ് ഒരു y3 minus y4 y3 എന്ന് പുട്ട് ചെയ്യാം. സോ ഇത് y3 ആകും, ഇത് y3 ആകും, ഇത് -y3, ഇത് y3. സോ നമുക്ക് ഇക്വേഷൻസ് ഒന്നുകൂടെ റെഡ്യൂസ് ആയി കിട്ടും. ഓക്കെ, നമ്മൾ y3 minus y4നെ ജസ്റ്റ് y3 എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ y3ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം, y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നല്ല എഴുതേണ്ടത്. അവിടെ y3 അൺറെസ്ട്രിക്റ്റഡ് എന്ന് എഴുതണം. അതായത് ഏതെങ്കിലും ഒരു വേരിയബിളിനെ രണ്ട് വേരിയബിളിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ മാറ്റി. ഇപ്പോൾ x2ന് നമ്മൾ x21 minus x22 എന്ന് എഴുതിയപ്പോൾ എഴുതിയത് എന്തിനായിരുന്നു, x2 അൺറെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ടാണ്. സോ അവിടെ y3 minus y4ന് y3 എന്ന് എഴുതിയത് കൊണ്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ y3നെ അൺറെസ്ട്രിക്റ്റഡ് എന്ന് എഴുതണം. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, ഡുവൽ എടുക്കാം. ഇതിനെ വീണ്ടും ഡുവൽ എടുത്താൽ നമ്മൾ ഒറിജിനൽ പ്രൈമൽ പ്രോബ്ലത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകും. ഓക്കെ, ഇത്രയാണ് ഒരു പ്രോബ്ലത്തിൻ്റെ ഡുവൽ. നെക്സ്റ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം, ദി ഡുവൽ ഓഫ് ദി ഡുവൽ ഈസ് ദി പ്രൈമൽ. അതായത് നമ്മളൊരു LP പ്രോബ്ലത്തിൻ്റെ തന്നു, ആ LP പ്രോബ്ലത്തിൻ്റെ ഡുവൽ നമ്മൾ ഫൈൻഡ് ചെയ്തു.
ആ ഡുവലിൻ്റെ ഡുവൽ നമ്മൾ വീണ്ടും ഫൈൻഡ് ചെയ്താൽ നമ്മൾ ഒറിജിനൽ പ്രോബ്ലത്തിലേക്ക് തന്നെ ആയിരിക്കും നമ്മൾ എത്തുന്നത്. അതായത് ഒരു ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഡുവൽ നമ്മൾ വീണ്ടും എടുത്താൽ അത് പ്രൈമൽ തന്നെ ആയിരിക്കും. ഓക്കെ, സോ സപ്പോസ് വി ഹാവ് എ പ്രൈമൽ പ്രോബ്ലം ലൈക്ക് minimize f of x equal to cx subject to ax greater than or equal to b and x greater than or equal to 0. We know that the dual of this problem is maximize phi of y equal to some b transpose y subject to a transpose y less than or equal to c transpose with y greater than or equal to 0. നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഡുവൽ കിട്ടി. ഇനി ഈ ഡുവലിൻ്റെ ഡുവൽ, ഓക്കെ, ഡുവൽ ഓഫ് ദി ഡുവൽ, അതായത് ഈ ഡുവലിൻ്റെ ഡുവൽ നമ്മൾ വീണ്ടും ഫൈൻഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് വീണ്ടും കിട്ടുന്നത് ഈ പ്രൈമൽ പ്രോബ്ലം തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഈ പ്രോബ്ലത്തിൻ്റെ ഡുവൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു, ഈ പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ നമ്മുടെ ഡുവൽ പ്രോബ്ലം ഇതാണ്. ഓക്കെ, ഇനി ഡുവൽ പ്രോബ്ലത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുന്നു. അതായത് മാക്സിമൈസേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മിനിമൈസേഷൻ ആക്കുന്നു. മാക്സിമൈസ് എന്നുള്ളത് മിനിമൈസ് ആവും. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ കൺസ്ട്രെയിൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും. ഓക്കെ, ഇനി അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഡുവൽ എന്തായിരിക്കും, മിനിമൈസ് എന്താവും, മാക്സിമൈസ് ആവും. മൈനസ് ഫൈ ഓഫ് വൈ എന്നുള്ളത് എന്തായിരിക്കും, സം സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടുത്തെ മൈനസ് സി ട്രാൻസ്പോസ് വരും. അപ്പോൾ എന്തായിരിക്കും, മൈനസ് സി എക്സ് സബ്ജക്റ്റ് ടു ഇവിടുത്തെ മൈനസ് എ ട്രാൻസ്പോസ് എന്താവും, മൈനസ് എ എക്സ്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനി ഇവിടെയുള്ള മൈനസ് ബി ട്രാൻസ്പോസ് മൈനസ് ബി ആയിട്ട് മാറും. ഓക്കെ, സം വേരിയബിൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്ക് അപ്പോൾ ഇത് നമ്മൾ ഒറിജിനൽ പ്രോബ്ലം ആണോ നോക്കുക. പ്രോബ്ലം ഒറിജിനൽ അല്ല, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമൈസേഷനെ ജസ്റ്റ് എന്ത് ചെയ്യാം, മിനിമൈസേഷൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മൈനസ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് സി എക്സ്, ദാറ്റ് മീൻസ് പ്ലസ് സി എക്സ് സബ്ജക്റ്റ് ടു മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ബിനെ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി വിത്ത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് നമ്മുടെ ഏത് പ്രോബ്ലം ആയിരുന്നു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എക്സ് സബ്ജക്ട് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് ഏത് പ്രോബ്ലം ആയിരുന്നു, നമ്മുടെ പ്രൈമൽ പ്രോബ്ലം ആയിരുന്നു. സോ നമ്മുടെ ഡുവലിൻ്റെ ഡുവൽ എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, വീണ്ടും പ്രൈമൽ പ്രോബ്ലം തന്നെയായിരിക്കും. സോ ദിസ് ഈസ് ദി പ്രൂഫ്. തിയറം: ദി വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഫോർ എനി ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദി പ്രൈമൽ ഈസ് നോട്ട് ലെസ് ദാൻ ദി വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ phi of y for any feasible solution of the dual. അതായത് മീൻ ചെയ്യുന്നത് ഇത്രയാണ്, എഫ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈ. അതായത് നമുക്ക് ഒരു പ്രൈമൽ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, പ്രൈമൽ പ്രോബ്ലത്തിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഇത് എഫ് ഓഫ് എക്സ്. അതേപോലെ അതിൻ്റെ ഡുവൽ പ്രോബ്ലം ഉണ്ട്, കറസ്പോണ്ടിങ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് ഫൈ ഓഫ് വൈ. ഓക്കെ, ഇനി നമ്മൾ ആ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫീസിബിൾ സൊല്യൂഷൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഡുവലുള്ള കറസ്പോണ്ടിങ് സൊല്യൂഷൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഒന്നുകിൽ രണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉള്ളത് കൂടുതലായിരിക്കും എന്തിനേക്കാൾ, ഡുവലിനേക്കാൾ. ഇതാണ് ഈ തിയറത്തിൻ്റെ ഐഡിയ. പ്രൂഫ്: സപ്പോസ് വി ഹാവ് എ പ്രൈമൽ പ്രോബ്ലം. Minimize f of x equal to c1 x1 plus c2 x2 plus etc plus cn xn subject to these constraints with x1 x2 etc xn greater than or equal to 0. So നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഡുവൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. സോ ഡുവൽ എന്തായിരിക്കും, മാക്സിമൈസ് ഫൈ ഓഫ് y equal to b1 y1 plus b2 y2 plus etc plus bm ym subject to a11 y1 plus etc plus am1 ym less than or equal to c1 etc y1 y2 etc ym greater than or equal to 0. ഓക്കെ, നമ്മൾ ഡുവൽ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പ്രോബ്ലത്തിനെ പ്രൈമൽ പ്രോബ്ലത്തിലേക്കും ഡുവൽ പ്രോബ്ലത്തിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഈ ഇനീക്വാലിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. സോ ഇവിടെ xn+1 xn+2 എക്സെട്ര xn+m
വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആഡ് ചെയ്യുന്നു. അത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിലും നമുക്ക് വരും. അതേപോലെ ഇവിടെ ym+1, ym+2 എക്സെട്ര ym+n അത്രയും വേരിയബിൾസ് ഇവിടെ സ്ലാക്ക് വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിൽ വരും. ഓക്കെ, സോ നമ്മളത് ഇവിടെ എഴുതുന്നു. നമ്മൾ പ്രൈമൽ പ്രോബ്ലത്തിലേക്ക് നെഗറ്റീവ് സ്ലാക്ക് വേരിയബിൾസിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് 1, 2, 3 എക്സെട്ര m സ്ലാക്ക് വേരിയബിൾസിന് നമ്മൾ എന്ത് ചെയ്തു, പ്രൈമൽ പ്രോബ്ലത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനിൽ വരും. അതേപോലെ നമ്മൾ ഡുവൽ പ്രോബ്ലത്തിലേക്ക് 1, 2, 3 എക്സെട്ര n സ്ലാക്ക് വേരിയബിൾസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതായത് ഇനീക്വാലിറ്റീസ് നമ്മൾ ഇക്വേഷൻസ് ആയിട്ട് ചേഞ്ച് ചെയ്തു. അതേപോലെ ഇത് നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസിലും വരും. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യാം, പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ, അതായത് ഈ പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണ് x1 മുതൽ xn+1 വരെയുള്ള പോയിന്റ്സ് എന്ന് അസ്യൂം ചെയ്യുക. അതായത് x1 മുതൽ xn+1 വരെയുള്ള ഈ പോയിന്റ്സ് എന്താണ്, പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണെന്ന് അസ്യൂം ചെയ്യുക. അതേപോലെ ഡുവലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണ് ഏത്, y1 മുതൽ ym+n വരെയുള്ള വേരിയബിൾസ് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, y1 മുതൽ ym+n വരെയുള്ള വേരിയബിൾസ് എന്താണ്, ഡുവലിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷനാണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി നമ്മളത് ചെയ്യുന്നത്, നമ്മൾ പ്രൈമലിൻ്റെ കൺസ്ട്രെയിൻസിനെ, ഓക്കെ, നമ്മൾ ഈ പ്രൈമലിലെ കൺസ്ട്രെയിൻസിനെ ഡുവലുള്ള y1 മുതൽ ym വരെയുള്ള വേരിയബിൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അത് ആഡ് ചെയ്യുന്നു. അതായത് ദിസ് ഇക്വേഷൻ ഇൻറ്റു y1 പ്ലസ് ദിസ് ഇക്വേഷൻ ഇൻറ്റു y2 പ്ലസ് എക്സെട്ര പ്ലസ് ദിസ് ഇക്വേഷൻ ഇൻറ്റു ym. അതായത് ഓരോന്നിനെ എന്ത് ചെയ്യുന്നു, ഓരോ കൺസ്ട്രെയിൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് ആഡ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ഡുവലുള്ള കൺസ്ട്രെയിൻറ്റിലെ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, x1 മുതൽ xn വരെയുള്ള വേരിയബിളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അത് ആഡ് ചെയ്യുന്നു. അതായത് x1 ഇൻറ്റു ദിസ് പ്ലസ് x2 ഇൻറ്റു ദിസ് പ്ലസ് എക്സെട്ര പ്ലസ് xn ഇൻറ്റു ദിസ്. ഓക്കെ, ഇനി അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ലെറ്റ് x1, x2, എക്സെട്ര xn+1 and y1, y2, etc. ym+n be any feasible solutions of the primal and dual respectively. അതായത് x1 മുതൽ xn+1 വരെയുള്ള വേരിയബിൾസ് എന്താണ്, പ്രൈമലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആണ്. അതേപോലെ y1 മുതൽ ym+n വരെയുള്ള വേരിയബിൾസ് ഡുവലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആണ്. മൾട്ടിപ്ലൈ ദി പ്രൈമൽ കൺസ്ട്രെയിൻസ് ബൈ y1, y2, etc. ym റെസ്പെക്റ്റീവ്ലി ആൻഡ് ആഡ്. പ്രൈമൽ കൺസ്ട്രെയിൻസിന് നമ്മൾ ഈ വേരിയബിൾസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഓരോ ഇക്വേഷൻസിനെ ഓരോ വേരിയബിൾസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. ഓൾസോ മൾട്ടിപ്ലൈ ദി ഡുവൽ കൺസ്ട്രെയിൻസ് ബൈ x1, x2, etc. xn റെസ്പെക്റ്റീവ്ലി ആൻഡ് ആഡ്. അതേപോലെ ഡുവൽ കൺസ്ട്രെയിൻസിനെ x1 മുതൽ xn വരെയുള്ള കറസ്പോണ്ടിങ് വേരിയബിൾസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ദെൻ വി ഒബ്റ്റെയിൻ 2 ഇക്വേഷൻസ്. സബ്ട്രാക്ടിങ് വൺ ഫ്രം ദി അതർ വി ഗെറ്റ്, നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതിൽ നിന്ന് ഒരു ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യാം. സോ എഫ് മൈനസ് 5 നമ്മൾ ചെയ്യാം. സോ എഫ് മൈനസ് 5 ഇതായിരിക്കും, x1 ym+1 പ്ലസ് x2 ym+2 പ്ലസ് എക്സെട്ര പ്ലസ് xn ym+n പ്ലസ് y1 xn+1 പ്ലസ് y2 xn+2 പ്ലസ് എക്സെട്ര പ്ലസ് ym xn+1. ഓക്കെ, സോ നമുക്ക് എഫ് മൈനസ് 5 കിട്ടുന്നത് ഇതാണ്, ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് x1 മുതൽ xn+1 വരെയുള്ള വേരിയബിൾസ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ y1 മുതൽ ym+n വരെയുള്ള വേരിയബിൾസ് എന്താണ്, അതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവയുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, ഒന്നുകിൽ ഈ പ്രോഡക്റ്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം, f minus 5 is always greater than or equal to 0. That means എന്താണ്, implies f is always greater than or equal to 5. Okay, this is the proof. Next, an immediate corollary from the last theorem. Minimum of f of x greater than or equal to maximum of phi of y. അതായത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലം എഫ് ആണ്, അതേപോലെ ഡുവൽ പ്രോബ്ലം എന്താണ്, ഫൈ ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസിനെ കണക്ട് ചെയ്യുന്ന റിസൾട്ടാണ് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് ഫൈ ഓഫ് വൈ. അതായത് എഫിൻ്റെ മിനിമവും, അതായത് പ്രൈമലിൻ്റെ മിനിമവും ഡുവലിൻ്റെ മാക്സിമവും ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൈമലിൻ്റെ മിനിമം എന്തിനേക്കാൾ കൂടുതലായിരിക്കും, ഡുവലിൻ്റെ മാക്സിമത്തിനേക്കാൾ കൂടുതലായിരിക്കും. ഇതാണ് കൊറോളറി. നെക്സ്റ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് തിയറം.
the optimum value of f of x of the primal, if it exists, is equal to the optimum value of phi of y of the dual. അതായത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം വാല്യൂ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം വാല്യൂവിന് ഈക്വൽ ആയിരിക്കും. അതായത് മീൻ ചെയ്യുന്ന എത്രയാണ്, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ് ഒരു പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ, അതിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു ഒപ്റ്റിമം വാല്യൂ കിട്ടി, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒപ്റ്റിമം വാല്യൂ. അങ്ങനെയാണെങ്കിൽ അത് ഡുവൽ പ്രോബ്ലത്തിൻ്റെ അതേ പോയിന്റ് നമ്മൾ ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കൊടുത്താലും സെയിം വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം വാല്യൂവും അതേപോലെ ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം വാല്യൂ എന്തായിരിക്കും, എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ. പ്രൂഫ് summation j from 1 to n aij xj greater than or equal to bi. I varies from 1 to n. നമ്മൾ ഈ കൺസ്ട്രെയിൻസ് കണ്ടീഷൻസ് അസ്യൂം ചെയ്യാം. ഓക്കെ. After introducing slack variables, we get summation j from 1 to n aij xj minus xn plus I equal to bi. I varies from 1 to n. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലേക്ക് എന്ത് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. Let the primal have the optimal solution x1, x2, etc. xn, xn plus 1, etc. xn plus 1. അതായത് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇത് ഈ പോയിന്റ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഇംപ്ലൈസ് ഇറ്റ് ഈസ് എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ. സോ അറ്റ് ലീസ്റ്റ് n ഓഫ് ദീസ് മെമ്പേഴ്സ് ആർ 0. സോ ഇതൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിലെ n വേരിയബിൾസ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ. ലെറ്റ് പൈ 1, പൈ 2, എക്സെട്ര പൈ എം ബി ദി സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ഫോർ ദിസ് സൊല്യൂഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൊല്യൂഷൻ്റെ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ആണ് ഏത്, പൈ 1 മുതൽ പൈ എം വരെയുള്ള വാല്യൂസ് നമ്മൾ അസ്യൂം ചെയ്യാം. ദെൻ ആസ് വി സീൻ ബിഫോർ, എഫ് ഓഫ് എക്സ് ഫോർ ദിസ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ ഐ ഫ്രം 1 to m പൈ ഐ ബി ഐ ഈക്വൽ ടു summation j from 1 to n cj plus j summation I from 1 to m aij pi I of xj minus summation I from 1 to m pi I xn plus I. അതായത് നമ്മൾ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഒരു ഫംഗ്ഷനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെയും അതേപോലെ കുറച്ച് വേരിയബിൾസിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഫോമിൽ നമ്മൾ എഴുതിയിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഓക്കെ. അതായത് എഫ് ഓഫ് എക്സിൻ്റെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഈ രീതിയിലായിരിക്കും. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഒപ്റ്റിമം, നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്താണ്, ഒപ്റ്റിമം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ എഫ് ഓഫ് എക്സ് ഒപ്റ്റിമാണ്. സോ മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സമ്മേഷൻ ഐ ഫ്രം 1 to m ബി ഐ പൈ ഐ. അതായത് നമ്മൾ ഇതും ഏത് ഭാഗത്ത് കണ്ടതാണ്, സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിൻ്റെ ഭാഗത്ത് കണ്ടതാണ്. എഫ് ഓഫ് എക്സിനെ മൈനസ് ഐ ഫ്രം 1 to m ബി ഐ പൈ ഐ എന്നുള്ള രീതിയിൽ എഴുതാം. So, and all the relative cost coefficients are negative. അതേപോലെ എല്ലാ റിലേറ്റീവ് കോസ്റ്റ് കോഎഫിഷ്യൻസും നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് സി ജെ പ്ലസ് സമ്മേഷൻ ഐ ഫ്രം 1 to m എ ഐ ജെ പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ജെ ഫ്രം 1 to n. ഓൾസോ മൈനസ് പൈ ഐ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഐ വേരീസ് ഫ്രം 1 to n. ഓക്കെ. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ ഈ ലാസ്റ്റുള്ള ഇനീക്വാലിറ്റി നമ്മൾ ജസ്റ്റ് ഇതേപോലെ ചേഞ്ച് ചെയ്തു. അതായത് സി ജെ പ്ലസ് സമ്മേഷൻ ഐ ഫ്രം 1 to m എ ഐ ജെ പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് നമ്മൾ മൈനസ് ഓഫ് സമ്മേഷൻ ഐ ഫ്രം 1 to m എ ഐ ജെ പൈ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ജെ എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്തു. ഓക്കെ. മൈനസ് പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമ്മൾ അതേപോലെ നിർത്തി. ദി ലാസ്റ്റ് ടു ഇനീക്വാലിറ്റീസ് മീൻസ് ദാറ്റ് minus pi 1, minus pi 2, etc. minus pi m is a solution of A transpose y equal to C transpose y greater than or equal to 0. അതായത് നമ്മൾ ഈ ലാസ്റ്റുള്ള രണ്ട് ഇനീക്വാലിറ്റീസ് മീൻ ചെയ്യുന്നത് ഈ പ്രോബ്ലത്തിൻ്റെ, അതായത് ഈ ഡുവൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഏത്, മൈനസ് പൈ 1 മുതൽ മൈനസ് പൈ എം വരെയുള്ള ഈ വാല്യൂസ്. ഓക്കെ. ദാറ്റ് ഈസ് ദി ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ദി ഡുവൽ. അതായത് ഈ ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ സൊല്യൂഷനാണത് ഈ വാല്യൂസ്. കറസ്പോണ്ടിങ് ടു ദിസ് സൊല്യൂഷൻ by phi of y equal to summation I from 1 to m bi yi. നമുക്കറിയാം ഈ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കറിയാം phi of yൻ്റെ വാല്യൂ എന്തായിരിക്കും, സമ്മേഷൻ I from 1 to m bi yi ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ.
ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വൈ ഐസിന് പകരം, അതായത് y1 പകരം -φ1, y2 പകരം -φ2 എക്സ്ട്രാ, ym പകരം -φm ഇവിടെ പുട്ട് ചെയ്യുന്നു. സോ ഈക്വൽ ടു -i from 1 to m bi pi i. ഇത് നമുക്ക് ഓൾറെഡി അറിയാം ആരാണ്, ഈക്വൽ ടു മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, നമുക്ക് മുമ്പേ കിട്ടിയതാണ്. സോ phi of y ഈക്വൽ ടു മിനിമം ഓഫ് എഫ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു phi of y. ഓക്കെ, സോ ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒരു ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തു. ദാറ്റ് ഈസ് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മാക്സിമം ഓഫ് phi ഓഫ് y. അതായത് മിനിമം ഓഫ് എഫും ഫൈയും ഈക്വൽ ആവുന്ന ഒരേ ഒരു കേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും, എഫിൻ്റെ മിനിമവും ഫൈൻ്റെ മാക്സിമവും ഈക്വൽ ആവുന്ന കേസ് ആയിരിക്കും. ഇനി നമുക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, പ്രീവിയസ് തിയറത്തിൻ്റെ കൊറോളറിയിൽ നിന്ന് റിസൾട്ട് എന്താണ്, മിനിമം ഓഫ് എഫ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ഓഫ് phi ഓഫ് y. ഒന്നുകിൽ എഫിൻ്റെ മിനിമവും ഫൈൻ്റെ മാക്സിമവും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം ഓഫ് എഫ് എന്തായിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും ഏതിനേക്കാൾ, ഫൈയുടെ മാക്സിമത്തിനേക്കാൾ. അപ്പോൾ നമുക്ക് പറഞ്ഞത് എന്താണ്, കിട്ടിയത് മിനിമം ഓഫ് എഫും ഫൈയും ഈക്വൽ ആവുന്ന കേസാണ്. മിനിമം ഓഫ് എഫും ഫൈയും ഈക്വൽ ആവുന്ന കേസ് ഏത് മാത്രമേ ഉള്ളൂ, ഫൈ മാക്സിമം എത്തുന്ന കേസിൽ മാത്രമേ ഉള്ളൂ. സോ നമുക്കെന്ത് പറയാം, മിനിമം ഓഫ് എഫും ഫൈയുടെ മാക്സിമം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, ഫംഗ്ഷൻ്റെ ഒപ്റ്റിമം വാല്യൂ, അതായത് പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം വാല്യൂ ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമം വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദി പ്രൂഫ്. തിയറം, ഇഫ് ദി പ്രൈമൽ problem is feasible, then it has an unbounded optimum if and only if the dual has no feasible solution and vice versa. അതായത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലം ഫീസിബിൾ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഫീസിബിൾ ആണെങ്കിൽ അതിന് അൺബൗണ്ടഡ് ഒപ്റ്റിമം ആണെങ്കിൽ അതിന് ഡുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, പ്രൈമൽ പ്രോബ്ലം ഫീസിബിൾ ആണ്, അതിന് അൺബൗണ്ടഡ് ഒപ്റ്റിമം ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡുവലിന് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഇതേ കാര്യം നമുക്ക് തിരിച്ചു പറയാം. അതായത് പ്രൈമൽ പ്രോബ്ലം എന്താണ്, ഫീസിബിൾ ആണ്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ഡുവൽ പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എങ്കിൽ ആ പ്രൈമൽ പ്രോബ്ലത്തിന് അൺബൗണ്ടഡ് ഒപ്റ്റിമം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദിസ് ഈസ് ദി ഐഡിയ. തിയറം, ഇഫ് ഇൻ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ദി പ്രൈമൽ ആൻഡ് ദി ഡുവൽ a primal variable xj is positive, then the corresponding dual slack variable ym plus j is 0. അതായത് നമ്മുടെ പ്രൈമലിലെയും ഡുവലിലെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൽ പ്രൈമൽ വേരിയബിൾ എക്സ് ജെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും, കറസ്പോണ്ടിങ് ഡുവലിലെ സ്ലാക്ക് വേരിയബിൾ ym plus j എന്തായിരിക്കും, 0 ആയിരിക്കും. അതേപോലെ if a primal slack variable xn plus i is positive, then the corresponding dual variable yi is 0 and vice versa. അതായത് അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, പ്രൈമലിലെയും ഡുവലിലെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി പ്രൈമലിലെ സ്ലാക്ക് വേരിയബിൾ എക്സ് എൻ പ്ലസ് ഐ പോസിറ്റീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ഡുവലുള്ള വേരിയബിൾ എന്തായിരിക്കും, yi 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് തിയറത്തിൻ്റെ ഐഡിയ. നമുക്ക് ഈ തിയറം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്ന്. കൺസിഡർ ദി പ്രോബ്ലം, മാക്സിമൈസ് f equal to 3x1 plus 2x2 plus x3 plus 4x4 subject to 2x1 plus 2x2 plus x3 plus 3x4 less than or equal to 20, 3x1 plus x2 plus 2x3 plus 2x4 less than or equal to 20, x1, x2, x3, x4 greater than or equal to 0. നമ്മൾ നെക്സ്റ്റ് ഇതിൻ്റെ ഈ പ്രോബ്ലത്തിൻ്റെ ഡുവൽ ഒന്ന് ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ maximization problem, minimize, നമുക്കറിയാം 20 f നമ്മൾ ജസ്റ്റ് ഒരു 5 എന്ന് കൊടുക്കുന്നു, 5 equal to 20 some y1 plus 20 y2 subject to 2y1 plus 3y2, 2y1 plus 3y2 greater than or equal to 3. Next 2y1 plus y2
2y1 plus y2 greater than or equal to 2. Next, y1 plus 2y2, y1 plus 2y2 greater than or equal to 1. Next, 3y1 plus 2y2 greater than or equal to 4. y1 comma y2 greater than or equal to 0. സോ നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ ഡുവൽ ജസ്റ്റ് ഫൈൻഡ് ചെയ്തു. ഓക്കെ, നമുക്കറിയാം ഇവിടെ രണ്ട് ഇക്വേഷൻസ് 4 വേരിയബിൾസ് ഉണ്ട്. അതായത് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, 4 വേരിയബിൾസ് x1 x2 x3 x4 ഉണ്ട്. നമുക്ക് ഈ ഡുവലിൽ നമുക്കറിയാം 4 ഇക്വേഷൻസ് 2 വേരിയബിൾ, അതായത് 4 കൺസ്ട്രെയിൻസും 2 വേരിയബിൾ y1 y2 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 വേരിയബിളുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് അതിന് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ജിയോമെട്രിക്കലായിട്ട് സോൾവ് ചെയ്യാം. അതായത് ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് സോൾവ് ചെയ്യാം. സോ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഡുവലിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ജിയോമെട്രിക്കലി ഗ്രാഫിക്കലി നമ്മൾ ഫൈൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് y1 = 1.2 y2 = 0.2 ആയിരിക്കും. സോ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 into y1, ദാറ്റ് മീൻസ് 1.2 പ്ലസ് 20 into 0.2. ഓക്കെ, ദിസ് ഈസ് 28. ഇതായിരിക്കും ഡുവൽ പ്രോബ്ലത്തിൻ്റെ മിനിമം വാല്യൂ. ഓക്കെ, ഞാൻ ഇവിടെ ഗ്രാഫിക്കലി വരച്ച് ഫുൾ കാണിക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെച്ച് കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിലേക്കും ഡുവൽ പ്രോബ്ലത്തിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഇവിടെ എഴുതിയിരുന്ന പ്രൈമൽ പ്രോബ്ലത്തിലേക്കും ഈ ഡുവൽ പ്രോബ്ലത്തിൻ്റെയും കൺസ്ട്രെയിൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്ലാക്ക് വേരിയബിൾസിനെ പ്രൈമലിലേക്കും ഡുവലിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഡുവലുള്ള ആ കൺസ്ട്രെയിൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, y1ൻ്റെയും y2ൻ്റെയും വാല്യൂസ് നമ്മൾ പുട്ട് ചെയ്യുന്നു. ഓക്കെ, ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് സ്ലാക്ക് വേരിയബിൾസ് ദി പ്രൈമൽ ആൻഡ് ഡുവൽ കൺസ്ട്രെയിൻസ് ആർ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പ്രൈമലിലേക്കും ഡുവലിലേക്കും. സോ നമ്മുടെ കൺസ്ട്രെയിൻസ് ചേഞ്ച് ആവും. അതായത് ഇവിടെ ഒരു x5 x6 എക്സ്ട്രാ വരും. ഓക്കെ, ഇനീക്വാലിറ്റി ഇക്വേഷൻ ആയിട്ട് മാറും. അതേപോലെ ഇവിടെ -y3 -y4 -y5 -y6 ഒക്കെ എക്സ്ട്രാ വരും, ഒക്കെ ഇക്വേഷൻസ് ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻസ് എക്സ്ട്രാ വരുന്ന വേരിയബിൾസ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദി ഒപ്റ്റിമൽ വാല്യൂസ് ഓഫ് y1 ആൻഡ് y2, അതായത് y1ൻ്റെയും y2ൻ്റെയും ഒപ്റ്റിമൽ വാല്യൂസ് ആയിട്ടുള്ള 1.2 0.2 എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഡുവൽ കൺസ്ട്രെയിൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് ഈ ഡുവൽ കൺസ്ട്രെയിൻസിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ y1ൻ്റെയും y2ൻ്റെയും വാല്യൂസ് നമ്മൾ പുട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് y1ൻ്റെയും y2ൻ്റെയും വാല്യൂസ് പുട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും, y3 y4 y5 y6 ഈ 4 വേരിയബിൾസിൻ്റെ വാല്യൂസ് കിട്ടും. y3യും y6ഉം കാൽക്കുലേറ്റ് ചെയ്താൽ 0 ആയിരിക്കും, y4ഉം y5ഉം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാല്യൂസ്, അപ്പോൾ നമുക്ക് y1ഉം y2ഉം കൊടുത്തു, അപ്പോൾ നമുക്ക് y3 y6 y4 y5 ഒക്കെ കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാല്യൂസ് y1 മുതൽ y6 വരെയുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് ഈ കൺസ്ട്രെയിൻസിൽ ഒന്നുകൂടെ നമ്മൾ കൊടുത്തു നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുന്നത്, സെക്കൻഡ് ഇക്വേഷന് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. അതായത് y1ൻ്റെ വാല്യൂ 1.2 y2ൻ്റെ വാല്യൂ 0.2 നമ്മൾ കൊടുത്തു. ഓക്കെ, y4 എന്താ നമുക്ക് കിട്ടുന്നത്, പോസിറ്റീവാണ്. അത് നമ്മളിവിടെ കൊടുത്താൽ ഇത് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ ഇക്വേഷനിൽ തേർഡ് ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, y1ൻ്റെ വാല്യൂ 1.2 y2ൻ്റെ വാല്യൂ 0.2 y5 എന്താണ്, പോസിറ്റീവാണ്. അത് നമ്മൾ കൊടുത്താൽ ഇതും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇത് രണ്ടും സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി ആയതുകൊണ്ട് ഓക്കെ, ഈ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റും അതായത് സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും സ്ട്രിക്റ്റ് ഇനീക്വാലിറ്റി ആയിട്ട് മാറും നമ്മൾ വാല്യൂസ് കൊടുത്താൽ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് പ്രൈമലുള്ള 2 വേരിയബിൾസ്, ഇത് സെക്കൻഡ് ഇക്വേഷൻ ആണല്ലോ, അപ്പോൾ x2, ഇത് തേർഡ് ഇക്വേഷൻ ആണല്ലോ, അപ്പോൾ x3, ഇത് രണ്ടും എന്തായിരിക്കും, പ്രൈമലിൽ 0 ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ഡുവലുള്ള y1 y2 എന്താണ്, പോസിറ്റീവാണ്. അതായത് y1ഉം y2 എന്താണ്, പോസിറ്റീവാണ്. ഓക്കെ, സോ കറസ്പോണ്ടിങ് പ്രൈമലുള്ള സ്ലാക്ക് വേരിയബിൾസ് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അതായത് അതാണ് നമ്മൾ തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡുവലുള്ള y1 y2 പോസിറ്റീവ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പ്രൈമലുള്ള
സ്ലാക്ക് വേരിയബിൾസ് ആയ x5 x6 എന്തായിരിക്കും 0 ആയിരിക്കും. സോ x5 = 0, x6 = 0. സോ നമുക്ക് നേരത്തെ കിട്ടിയത് ഏതൊക്കെയാണ് 0 ആണെന്നാണ്, x2 0 ആണ്, x3 0 ആണ്. അതേപോലെ x5ഉം x6ഉം 0 ആണെന്ന് കിട്ടി. സോ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ 0 ആണ്, ഈ വേരിയബിൾസിൻ്റെ വാല്യൂസ് ഒക്കെ 0 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഈ ഇക്വേഷനിൽ നമ്മൾ പുട്ട് ചെയ്യാം. x2 x3 x5 x6 0. സോ നമ്മൾ x2 0 ആണ്, x3 0 ആണ്, x5 0 ആണ്. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും, 2x1 + 3x4 = 20. ഓക്കെ, അത് രണ്ട് വേരിയബിളിലേക്ക് മാറി ഇക്വേഷൻ പ്രൈമൽ പ്രോബ്ലത്തിൽ. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ എന്തായിട്ട് മാറും, x2 വേരിയബിൾ 0 ആണ്, x3 0 ആണ്, x5 x6 0 ആണ്. ഓക്കെ, സോ 3x1 + 2x4 = 20 രണ്ട് വേരിയബിളിലേക്ക് മാറി. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ 2x1 + 3x4 = 20, 3x1 + 2x4 = 20. ഇക്വേഷൻസിനെ നമ്മൾ സോൾവ് ചെയ്യുക. ജസ്റ്റ് നമുക്ക് സോൾവ് ചെയ്താൽ x1 = 4, x4 = 4 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ x1 = 4, x4 = 4. ഓൾറെഡി നമുക്കറിയാം എന്ത്, x2ഉം x3ഉം x5 x6 ഒക്കെ എന്താണ് 0 ആണ്. സോ x2 = 0, x3 = 0, x5 = 0, x6 = 0. സോ നമ്മുടെ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതായിരുന്നു, മാക്സിമൈസ് f = 3x1 + 2x2 + x3 + 4x4. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വേരിയബിൾസിൻ്റെ വാല്യൂസിൽ നമ്മളിവിടെ പുട്ട് ചെയ്യുന്നു. സോ f = 3 × x1 നമുക്കറിയാം 4 ആണ്, പ്ലസ് 2 × 0 പ്ലസ് x3 0 ആണ്, പ്ലസ് 4 × x4 നമുക്കറിയാം 4 ആണ്. ഓക്കെ, 12 പ്ലസ് 16 28 ആയിരിക്കും നമ്മുടെ വാല്യൂ. ഓക്കെ, സോ നമ്മുടെ പ്രൈമൽ പ്രോബ്ലം 4 വേരിയബിളുള്ള പ്രോബ്ലം ആയിരുന്നു, x1 x2 x3 x4. സോ അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്തു, 28. ഇതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തിയറത്തിൻ്റെ ഐഡിയ. ഓക്കെ, അതായത് നമ്മൾ പ്രൈമൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡുവൽ നമ്മൾ കാണുന്നു. ഓക്കെ, എന്നിട്ട് രണ്ടിലേക്കും എന്ത് ചെയ്യുന്നു, എന്നിട്ട് ആ പ്രൈമലിൻ്റെ കറസ്പോണ്ടിങ് ഡുവലിൻ്റെ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ജിയോമെട്രിക്കൽ രൂപത്തിൽ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ അവിടെ ഫൈൻഡ് ചെയ്ത് വെക്കുന്നു. ശേഷം പ്രൈമലിൻ്റെയും ഡുവലിൻ്റെയും കൺസ്ട്രെയിൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ലാക്ക് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡുവലിൽ നമ്മൾ ഫൈൻഡ് ചെയ്ത സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡുവലിലെ കൺസ്ട്രെയിൻസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചില വാല്യൂസ് ഒക്കെ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് പ്രൈമലിൽ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് പ്രൈമലിലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നു, ഒപ്റ്റിമം വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഈ തിയറത്തിൻ്റെ ഐഡിയ.